ഹലോ. ആദ്യം തന്നെ എല്ലാവർക്കും നല്ല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യപൂർണ്ണവുമായൊരു ഓണത്തിന് ആശംസകൾ കേട്ടോ. ഹാപ്പി ഓണം. ഓണത്തിന് സ്പെഷ്യലാക്കാനായിട്ട് നമ്മളൊരു അടിപൊളിയായിട്ടാണ് കേട്ടോ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളൊരു പീച്ചാമ്പെടി എന്നാണ് അതിൻ്റെ പേര്. ശരിക്കും നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഓണം സ്പെഷ്യലായിട്ട് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സൂപ്പറായിട്ടാണ് കേട്ടോ. ആദ്യം തന്നെ 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് അരിപ്പൊടിയിലും ഉണ്ടാക്കാം, ഗോതമ്പ് പൊടിയിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത്. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ജീരകം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ശർക്കര പാനിയാക്കിയിട്ട് അതിങ്ങനെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല. അപ്പം നിങ്ങളുടെയൊക്കെ ഓണം എല്ലാം ഒരുങ്ങിയോ? എല്ലാം പരിസരങ്ങളും എല്ലാം വൃത്തിയാക്കി എല്ലാവരും ഓണം ആഘോഷിക്കാൻ റെഡിയായില്ലേ? അപ്പം നമുക്ക് ഈ ഒരു വിഭവം കൊണ്ട് ഉണ്ടാക്കിയാൽ സൂപ്പറാവും കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയതായിട്ട് കുറേശ്ശെ ശർക്കര പാനിയാക്കിയത് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഒരുപാട് കുഴയാതെ നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ചപ്പാത്തിയുടെ പരുവമല്ലാതെ കുറച്ചുകൂടെ ഒന്ന് നനവോട് കൂടി നിൽക്കുന്ന ഒരു ഈർപ്പമുള്ള രീതിയിൽ നമ്മൾ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓരോ ഉരുളകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. കൈകൊണ്ട് ഒന്ന് ഉരുട്ടിയതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ ആ 4 വിരലുണ്ടല്ലോ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പ്രസ് ചെയ്യുമ്പോൾ ഒരു ഷേപ്പ് കിട്ടും. ഇതാണ് നമ്മുടെ ഈ ഇലയപ്പത്തിൻ്റെ ഷേപ്പ് കേട്ടോ. ഒക്കെ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഒരു പഴയകാല പലഹാരങ്ങളാണ്. ഇതൊക്കെ എല്ലാവരും ഇപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷേ പണ്ടൊക്കെ അത്രയും ഇഷ്ടമല്ലെങ്കിൽ പോലും ഇപ്പോൾ ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റും തോന്നാറുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി തരുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്നും ഇഷ്ടമേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കഴിക്കാൻ. ഇതുപോലത്തെ പലഹാരങ്ങളൊക്കെ മറഞ്ഞു പോവുകയാണ്. അപ്പം നമ്മൾ ഇതെല്ലാവരെയും ഒന്ന് കാണിച്ച് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം ഓരോന്നായിട്ടൊന്ന് അതുപോലെ ആ ഷേപ്പിലൊന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അപ്പച്ചെമ്പിൽ ഒരു 10 മിനിറ്റ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചായിരുന്നു. ഒരു ചൂടാക്കാൻ വേണ്ടി വെച്ചതാണ്. എന്നിട്ട് അതിലേക്ക് ഒരു ഇല വെച്ച് കൊടുത്തിട്ട് ഇലയുടെ മുകളിലാണ് ഇത് വെച്ച് വേവിക്കുന്നത്. അപ്പോൾ ഇലയുടെ ആ ഒരു ഇലയിൽ വെച്ച് വേവിക്കുന്ന എല്ലാത്തിനും ഒരു പ്രത്യേക സ്വാദല്ലേ. അപ്പോൾ ഇലയിൽ വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള വളരെ ചേരുവകൾ കുറച്ച് മതി. വേറെ അധികം ചേരുവകൾ എക്സ്ട്രാ ഒന്നും വേണ്ട. നമ്മുടെ ഗോതമ്പ് പൊടിയും തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി പലഹാരം റെഡിയാക്കി എടുക്കാം കേട്ടോ. ഓണത്തിന് മെയിൻ ഐറ്റം സദ്യയാണല്ലോ അല്ലേ. അപ്പോൾ സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പലഹാരം നന്നായിട്ട് ഒന്ന് പ്രസ്സൊക്കെ ചെയ്ത് നല്ല രീതിയിൽ കുഴച്ച് നമ്മളിതാ അപ്പച്ചെമ്പിലൊന്ന് വേവിക്കാൻ വെച്ചേക്കുവാണ്. ഇനി നമ്മളിത് ഒരു 10 മിനിറ്റോളം കൂടി പോയ ഒരു 15 മിനിറ്റ് ഒരു വേവിൻ്റെ ആവശ്യമുള്ളൂ. പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളി ഓണം സ്പെഷ്യലായിട്ടുള്ള ഒരു പലഹാരം റെഡിയാണ് കേട്ടോ. ആവിയിൽ വേവിക്കുന്ന പലഹാരത്തോട് പണ്ടേ എല്ലാവർക്കും നല്ല പ്രിയമാണല്ലോ അല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകിനൊക്കെ പോവാതെ ഇങ്ങനെയുള്ള ഐറ്റം കൂടെയൊക്കെ ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാം. നമ്മൾ കഴിക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം നമുക്ക് റെഡി ആയിട്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാതും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കെങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ആവിയിൽ വേവിച്ചെടുത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും മറക്കില്ല കേട്ടോ. അപ്പം നമ്മുടെ ഓണം സ്പെഷ്യലായിട്ടുള്ള അടിപൊളി പീച്ചാമ്പെടി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിങ്ങനത്തെ വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലോട്ട് പറയണം കേട്ടോ. അപ്പോൾ എനിക്കറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും അത് ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പം എല്ലാവർക്കും വീണ്ടും സമ്പൽ സമൃദ്ധിയായും ഐശ്വര്യത്തിൻ്റെയും എല്ലാവരും സന്തോഷമായിട്ടും ഒരുമയോടും ജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഹാപ്പി ഓണം. എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.